ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫോർ ലൂപ്പിൻ്റെ യൂസേജ് എന്താണെന്ന് പഠിച്ചു, കുറച്ച് പ്രോഗ്രാംസും കണ്ടു. ഇനി അവിടെ നമ്മൾ ഒന്നുകിൽ ഒരു റോ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോളമായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. സപ്പോസ് നമുക്ക് റോസും കോളംസും ആവശ്യമുണ്ടെങ്കിലോ, അതായത് എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യണം, ഇങ്ങനെ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1 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 ഇങ്ങനൊരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും റോസുമുണ്ട് കോളംസുമുണ്ട് അല്ലേ, റോസുമുണ്ട് കോളംസുമുണ്ട്. ഇവിടെ ഐൻ്റെ വാല്യൂ, ഇത് ഐൻ്റെ വാല്യൂ ഡിനോട്ട് ചെയ്യും, ഇത് ജെയിൻ്റെ വാല്യൂ ഡിനോട്ട് ചെയ്യും. ഓക്കെ, റോ ഡിനോട്ട് ചെയ്യുന്നത് ഐയും ജെ ഡിനോട്ട് ചെയ്യുന്നത് കോളം. ഇപ്പോൾ ഐൻ്റെ വാല്യൂ ഞാൻ 0, ഐൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് റോ. Then ഐൻ്റെ വാല്യൂ 1 ആകുമ്പം ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ സെക്കൻഡ് റോ. ദെൻ ഐൻ്റെ വാല്യൂ 2 ആകുമ്പം ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ തേർഡ് റോ. ദെൻ ഐൻ്റെ വാല്യൂ 3 ആകുമ്പം വിൽ റെപ്രസെൻറ്റ് ദ ഫോർത്ത് റോ. അതുപോലെ തന്നെയാണ് ജെയിൻ്റെ വാല്യൂ. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് റോ ആണെങ്കിൽ ഇത് കോളത്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഞാൻ ഒരു ഇതായിട്ട് വരയ്ക്കാം, റോസും കോളംസായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഫില്ല് ചെയ്യുന്നു 1 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 1. സോ ഐൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0 വരും, ജെയിൻ്റെ വാല്യൂ 1 വരും, ജെയിൻ്റെ വാല്യൂ 2 വരും, ജെയിൻ്റെ വാല്യൂ 3 വരും. അതേപോലെ ഐൻ്റെ വാല്യൂ 1 വരുമ്പം എഗെയിൻ ജെയിൻ്റെ വാല്യൂ 0, ജെയിൻ്റെ വാല്യൂ 1, ജെയിൻ്റെ വാല്യൂ 2, ജെയിൻ്റെ വാല്യൂ 3. ഓക്കെ, ഇനി ഐൻ്റെ വാല്യൂ 2 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 1 2 3. സോ ഞാൻ എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും? ഫോർ ഐ ഇൻ റേഞ്ച്, ഐൻ്റെ വാല്യൂ എനിക്ക് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 0 എനിക്ക് സ്പെസിഫൈ ചെയ്യണ്ട. സോ ഇവിടെ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്? 4 rows and 4 columns. 4 rows and 4 columns എന്ന് പറയുമ്പോൾ ഓക്കെ, 4 rows and 4 columns എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് റേഞ്ച് ഏത് വരെ പോകണം? 4 വരെ പോകണം. എന്നാലേ അങ്ങനെയാണെങ്കിൽ ഐൻ്റെ വാല്യൂ ഏത് വരെ വരും? 0 to 3 വരും. കറക്റ്റ് അല്ലേ? ഐൻ്റെ വാല്യൂ 0 to 3 വരെ അല്ലേ? ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഐ ലൂപ്പിന് വേണ്ടി റോയിന് വേണ്ടി മാത്രമാണ് ഐ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി കോളത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യണം? കോളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണം? യെസ്, കോളത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ജെ ലൂപ്പ് വേണം. സോ അതിന് വേണ്ടിയിട്ട് ഫോർ ജെ ഇൻ റേഞ്ച്, ഓക്കെ, ഇവിടെ കോളൻ കൊടുക്കണം കേട്ടോ. ഫോർ ജെ ഇൻ റേഞ്ച് ഏതുവരെ പോകണം? മീൻസ് ജെയിൻ്റെ വാല്യൂ ഏതുവരെ പോകണം? ഇവിടെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ജെയിൻ്റെ വാല്യൂ 0 to 3 വരെ പോകണം. ദാറ്റ് ഈസ് എനിക്ക് 4 എന്ന് കൊടുത്താൽ പോരെ? 4 എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ജെയിൻ്റെ വാല്യൂ അതുവരെ പോയാൽ നമുക്ക് എന്താണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്? യെസ്, ജെയിൻ്റെ വാല്യൂ ഇവിടെ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? സോ ഐ എന്ന് പറയുമ്പോൾ ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഐ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റോസ് ക്രിയേറ്റ് ചെയ്തു. ജെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 4 കോളംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പ്രിൻറ്റ്
വിത്തിൻ ഡബിൾ കോട്ട്സിനകത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ ഇങ്ങനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പാറ്റേണിലൊക്കെ എന്ത് ഫില്ല് ചെയ്യും? 1 അങ്ങ് ഫില്ല് ചെയ്യും. ഓക്കെ, 1 ഫില്ല് ചെയ്തതിന് ശേഷം എഗെയിൻ എൻഡ് കൊടുക്കും. കാരണം ഈ 1 കഴിഞ്ഞിട്ടെല്ലാം സ്പേസ് വേണം അല്ലേ, അതുകൊണ്ട് ഞാൻ എൻഡ് കൊടുക്കും. ഇനി ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇനിഷ്യലി അതിൻ്റെ വാല്യൂ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഇനിഷ്യലി അതിൻ്റെ വാല്യൂ എന്ത് വരും? 0 വരും അല്ലേ. 0 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ, ഇന്നർ ലൂപ്പാണ് ജെ എന്ന് പറയുന്നത്. ജെയിൻ്റെ വാല്യൂ, അതായത് ഇങ്ങനെ ഓർക്കുക, ഐ എന്ന് പറഞ്ഞൊരു വലിയൊരു ബോക്സ്, അതിൻ്റെ അകത്തൊരു കുഞ്ഞ് ബോക്സാണ് ജെ എന്ന് പറയുന്നത്. ഓക്കെ, ജെ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ബോക്സ്, ഐ എന്ന് പറഞ്ഞൊരു വലിയ ബോക്സ്, അതിൻ്റെ അകത്തുള്ളൊരു കുഞ്ഞ് ബോക്സാണ് ജെ എന്ന് പറയുന്നത്. സോ ജെ ഏതുവരെ പോകും? 0 to 3 വരെ പോകും. അതേപോലെ തന്നെ ഐയും 0 to 3 വരെ പോകും. അപ്പം ജെ വൺസ് ഐയുടെ വാല്യൂ 0 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 to 4 വരെ പോകും. കാരണം ജെ ലൂപ്പ് എപ്പോൾ കണ്ടീഷൻ തെറ്റാവുന്നോ അപ്പോഴാണ് വൈ ലൂപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനിഷ്യലി ഐൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0, 1, 2, 3 ആവും. അടുത്ത എന്താണ്? ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ആകെ ജെയുടെ വാല്യൂ 0, 1, 2, 3 ആവുള്ളൂ. അതിനുശേഷം ജെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് നേരെ എവിടെ കയറും? ഐ ലൂപ്പിൽ കയറും. അപ്പോൾ ഐൻ്റെ വാല്യൂ 0 എന്നുള്ള 1 ആക്കി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ജെയിൻ്റെ വാല്യൂ 0 വരും. ജെയിൻ്റെ വാല്യൂ ഏതുവരെ പോകും? 1, 2, 3 വരെ പോകും. അപ്പം അതുവരെ എന്ത് ചെയ്യണം? 1 പ്രിൻറ്റ് ചെയ്യണം. അതായത് ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് എൻഡ് ചെയ്യാൻ പറഞ്ഞു. മീൻസ് കഴ്സർ ഇവിടെ വന്ന് നിൽക്കും, എൻഡിൽ വന്ന് നിൽക്കും. എൻഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. സോ സ്പേസ് വന്നിട്ട് നിൽക്കും. കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് ആ കഴ്സർ അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് എന്താ? ജെയിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 1 ആവും. 1 കണ്ടീഷൻ ശരിയാണെങ്കിൽ ജെ ലൂപ്പിൻ്റെ അകത്തുള്ള പ്രിൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അവിടെ 1 വരും. ഇതേപോലെ എൻഡിൽ എന്ത് ചെയ്യും? കഴ്സർ വന്ന് നിൽക്കും. പിന്നെ ജെയിൻ്റെ വാല്യൂ 2 ആവും. ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വീണ്ടും 1 പ്രിൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ 1 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് എൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ട് അവിടെ വന്ന് നിൽക്കും. പിന്നെ ജെയിൻ്റെ വാല്യൂ 3 ആവും. ജെയിൻ്റെ വാല്യൂ 3 ആകുമ്പോഴത്തേക്കും അവിടെ എന്ത് 1 പ്രിൻറ്റ് ചെയ്യാൻ പറയും. അവിടെ വന്ന് നിൽക്കും. ദെൻ എൻഡിൽ വന്ന് നിൽക്കും. എനിക്കപ്പോൾ ആക്ച്വലി 4 1 ഫസ്റ്റ് റോയിൽ പ്രിൻ്റ് ആയി കഴിഞ്ഞു. മീൻസ് ഫസ്റ്റ് റോയിൽ 4 കോളം വന്നു കഴിഞ്ഞു. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി എനിക്ക് സെക്കൻഡ് റോയാണ് വരേണ്ടത്. സെക്കൻഡ് റോ വരണമെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് പോകണ്ടേ? മീൻസ് ഐയുടെ വാല്യൂ 1 ആവുമ്പോഴല്ലേ നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നത്. സോ ജെ ലൂപ്പിൽ നിന്ന് ഇറങ്ങണം. ജെ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഐ ലൂപ്പിൻ്റെ അകത്ത് എന്ത് കൊടുക്കണം? പ്രിൻറ്റ് കൊടുക്കും. വെറും പ്രിൻറ്റ് കൊടുക്കുക. വെറും പ്രിൻറ്റ് കൊടുത്താൽ മീനിങ് അത് ന്യൂ ലൈനിലോട്ട് പോകും. സോ ന്യൂ ലൈനിലോട്ട് വന്നു. ന്യൂ ലൈനിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂടെ ഓട്ടോമാറ്റിക്കലി എന്താകും? അതിൻ്റെ വാല്യൂടെ ഓട്ടോമാറ്റിക്കലി 1 ആകും. ദെൻ സെയിം പ്രൊസീജിയർ റൺ ചെയ്യുക. അതിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0. ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് എഗെയിൻ 1 പ്രിൻറ്റ് ചെയ്യുക. ദെൻ ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്ക് 1 പ്രിൻറ്റ് ചെയ്യുക. ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്യുക. ജെയിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്യുക. ജെയിൻ്റെ വാല്യൂ ഫുൾ എക്സിക്യൂട്ട് ചെയ്തു. 0 to 3 വരെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ജെ ലൂപ്പിൽ നിന്ന് ഇറങ്ങും, ഐ ലൂപ്പിലോട്ട് വരും. സോ നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്യും. ജെ ലൂപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? പ്രിൻറ്റ്. മീൻസ് ന്യൂ ലൈനിൽ വരിക. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാവും? സെയിം പ്രൊസീജിയർ. ഐൻ്റെ വാല്യൂ 2 ആവും. അതിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്ക് എഗെയിൻ ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും 1 പ്രിൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും 1 പ്രിൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും. ഓക്കെ, സിമിലർലി അതിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആവും അല്ലേ. അതിൻ്റെ വാല്യൂ 3 ആകുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും.
ജെൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും, ജെൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 1 പ്രിൻ്റ് ആവും. ഓക്കെ, ദെൻ ഐൻ്റെ വാല്യൂ എന്താവും? ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആവും. പക്ഷെ അതിൻ്റെ വാല്യൂ ഏത് വരെ പോകാൻ പറ്റത്തുള്ളൂ? 0 to 3 വരെ പോകാൻ പറ്റത്തുള്ളൂ. സോ ഐ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 4 1 അല്ലേ, 4 റോസും 4 കോളംസ് വിത്തിൻ ഏത് വാല്യൂ ഫില്ല് ചെയ്ത് വന്നു? 1 ഫില്ല് ചെയ്ത് വന്നു. കാരണം ഞാൻ ഇവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. റേഞ്ച് 4 എന്നത് 0 to 3 വരെ വരത്തുള്ളൂ. 0 to 3 വരെ വരത്തുള്ളൂ. അതേപോലെ തന്നെ ജെയിൻ്റെ വാല്യൂ, സോ ജെയിൻ്റെ വാല്യൂ 0 വരും, 1 വരും, 2 വരും, 3 വരും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് വന്നു? റേഞ്ച് 4 എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 1 2 0 1 2 3 വരെ വരും. ജെയിൻ്റെ വാല്യൂ 0 1 2 3 വരും. സോ എനിക്കവിടെ 1 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മീൻസ് 4 റോസും 4 കോളം, റേഞ്ചിങ് ഫ്രം 0 to 3 ആണ്. സോ നമ്പർ ഓഫ് റോസ് ഇസ് 4, സിമിലർലി നമ്പർ ഓഫ് കോളം ഇസ് 4. ഇവിടെ ഞാൻ അതിൻ്റെ വാല്യൂ ഇപ്പം 3 കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ വാല്യൂ 3 കൊടുക്കുകയാണെങ്കിൽ ഏത് വരും? 0 1 2 വരത്തുള്ളൂ. ദാറ്റ് മീൻസ് 3 റോസും 4 കോളംസും വരും. ഓക്കെ, അങ്ങനെയല്ലേ? 3 റോസ് 1 2 3, എത്ര കോളം? 1 2 3 4 കോളംസ് വന്നു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു 6 കൊടുത്തു എന്ന് വിചാരിച്ചു, 2 കൊടുത്തു. ദാറ്റ് മീൻസ് 0യും 1ഉം മാത്രം വരും. ഇവിടെ 0 1 2 3 4 5 വരെ വരത്തുള്ളൂ. സോ ഹൗ മെനി റോസ്? 1 2 2 വരുമ്പോൾ 0യും 1ഉം അല്ലേ. സോ ഹൗ മെനി റോസ്? 2 റോസും എത്ര കോളം വരും? 1 2 3 4 5 6 കോളം വരും അല്ലേ. അപ്പം 2 റോസ്, 1 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഓരോ റോയിൽ എത്ര കോളം? 1 2 3 4 5 6. ഹൗ മെനി കോളം? 6. ഓക്കെ, അപ്പം 2 റോസും 6 കോളംസ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഈ റേഞ്ചിനനുസരിച്ചിട്ടാണ് റോസും കോളംസും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് വാല്യൂസ് മാത്രം കൊടുത്തിരുന്ന അത്രയും റോസും അത്രയും കോളംസും വരും. ഇനി ഞാൻ ഇവിടെ 1 എന്നുള്ളത് വേറെ എന്ത് കൊടുത്താലും, 1 എന്നുള്ളത് ഇപ്പം സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഈ 1ന് പകരം അവിടെ എന്ത് വരും? സ്റ്റാർ വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് സെയിം നമ്പർ ഓഫ് കോളംസ് ആണ് ഇവിടെ വരുന്നത്. മീൻസ് അങ്ങനെയല്ല, മീൻസ് ഫിൽഡ് ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഒരു സ്പേസ് കഴിഞ്ഞ് ഒരു പിരമിഡോ റൈറ്റ് ആംഗിളോ, മീൻസ് റൈറ്റ് ആംഗിളോ അല്ല അങ്ങനത്തെ ടൈപ്പ് ഇതല്ല വരുന്നത്, ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. റോസ് ആൻഡ് കോളംസ് ഈക്വലി ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. സോ അങ്ങനെ വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റേഞ്ചിൻ്റെ ഫസ്റ്റ് ഐൻ്റെ റേഞ്ചിൻ്റെ അകത്ത് റോസ് സ്പെസിഫൈ ചെയ്യുക, ജെയിൻ്റെ റേഞ്ചിൻ്റെ അകത്ത് കോളം സ്പെസിഫൈ ചെയ്യുക. ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 റോസേ വരത്തുള്ളൂ. 6 കൊടുത്തു കഴിഞ്ഞാൽ 6 റോസ് വരും. 6 ജെയിൻ്റെ വാല്യൂ അവിടെ 6 ആണ് വരുന്നതെങ്കിൽ 6 കോളംസ് വരും. ഇനി ഐൻ്റെ അവിടെ 2 ആണ് വരുന്നതെങ്കിൽ 2 റോസ് വരും. ഇവിടെ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ട ആ കണ്ടതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിന് ജസ്റ്റ് ഐ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഐ പ്രിൻ്റ് ചെയ്ത് എന്ത് വരുമായിരിക്കും? ഐ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇനിഷ്യലി എന്താണ്? ആകെ 2 വാല്യൂസേ ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ആകെ 2 വാല്യൂ വരത്തുള്ളൂ, 0യും 1ഉം. കാരണം 0യും 1. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 റോസും 6 കോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ വരും. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ടത്? ഫില്ലിങ് ദ എന്താണ്? ഐൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഫസ്റ്റ് റോയിൽ അതിൻ്റെ വാല്യൂ 0 ആണ്, അതാണ് ഫുൾ 0 ഫില്ല് ചെയ്തത്. ഇനി സെക്കൻഡ് റോയിൽ ഐയുടെ വാല്യൂ 1 ആണ്, അതാണ് 1 ഫുൾ ഫില്ല് ചെയ്തത്. ഇനി ഇവിടെ ജെ ആണ് പ്രിൻ്റ് ചെയ്യണമെങ്കിലോ? ജെ ആണ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? യെസ്, ജെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ
ജെ ആണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും അവിടെ എന്താണ്, ഒരു 6 കോളംസ് അവിടെ വരും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറയും. അതിൻ്റെ വാല്യൂ 0, അതാണ് ഫസ്റ്റ് റോയിൽ ഫുള്ളും 0 ആയത്. പിന്നെ അതിൻ്റെ വാല്യൂ 1 ആവും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും? ജെയിൻ്റെ 0 to 1, 0, 1, 2, 3, 4, 5 വരെ പോകാൻ പറയും. എന്നിട്ട് എന്ത് പറയും? അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറയും. സോ 1 പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ ജെയിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആദ്യം ഇനിഷ്യലി അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0, 1, 2, 3, 4, 5. സോ എനിക്ക് എങ്ങനെ ഔട്ട്പുട്ട് വരും? 0, 1, 2, 3, 4, 5. ദെൻ അതിൻ്റെ വാല്യൂ 1 ആകുമ്പം ജെയിൻ്റെ വാല്യൂ എന്താവും? 0, 1, 2, 3, 4, 5. അപ്പം ജെയിൻ്റെ വാല്യൂ പ്രിൻ്റ് ആവും. ദാറ്റ് ഈസ് 0, 1, 2, 3, 4, 5. ഓക്കെ, ഇനി 2ഉം 3 കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. 2ഉം 3 കൊടുക്കുകയാണെങ്കിൽ ഒരു 3x3 മാട്രിക്സ് ആയിരിക്കും. കാരണം 0, 1, 2 വരെ പോകും. ഇവിടെയും 0, 1, 2 വരെ 0, 1, 2 വരെ പോകും. ഓക്കെ, അപ്പം അതിൻ്റെ വാല്യൂ 0 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0, 1, 2. ഓക്കെ, അപ്പം ഞാനിവിടെ അത് കാണിക്കാം. അതിൻ്റെ വാല്യൂ 0, അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0 വരും, 1 വരും, 2 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻ്റായി വരും? ജെയിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ 0 പ്രിൻ്റ് ആകും, 1 പ്രിൻ്റ് ആകും, 2 പ്രിൻ്റ് ആകും. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ 1 വരും. അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വീണ്ടും ജെയിൻ്റെ വാല്യൂ എന്ത് വരും? 0, 1, 2. അപ്പം അടുത്ത റോയിൽ എന്ത് വരും? അടുത്ത റോയിൽ വീണ്ടും ജെയിൻ്റെ വാല്യൂയിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ 0, 1, 2. ഇനി അതിൻ്റെ വാല്യൂ എന്താകും? അതിൻ്റെ വാല്യൂ 2 ആവും. അതിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ വീണ്ടും എന്താവും? 0, 1, 2. സിമിലർലി അതിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0, 1, 2. സോ 0, 1, 2 പ്രിൻ്റ് ആവും. ഇനി അടുത്ത അതിൻ്റെ വാല്യൂ എന്താകും? അതിൻ്റെ വാല്യൂ 3 ആകുമോ? ഇല്ല, കാരണം അതിൻ്റെ വാല്യൂ 2 വരെ പോകത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ എന്ത് പ്രിൻ്റായ? ഫസ്റ്റ് റോയിൽ 0, 1, 2, സെക്കൻഡ് റോയിൽ 0, 1, 2, തേർഡ് റോയിൽ 0, 1, 2. ഇത് തന്നെയാണോ? നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യുകയാണേ. കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് കമൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കണം. എന്ന് ഞാൻ റൺ ചെയ്യുകയാണ്. സോ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരുമെന്ന് നോക്കാം. യെസ്, ഫസ്റ്റ് റോയിൽ 0, 1, 2, സെക്കൻഡ് റോയിൽ 0, 1, 2, തേർഡ് റോയിൽ 0, 1, 2. എനിക്കിപ്പോൾ 0 വരണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 1, 2, 1, 2 അങ്ങനെ വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 0 മാറ്റിയിട്ട് എനിക്കിവിടെ 0 വേണ്ട. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എനിക്ക് 1ഉം 2 വന്നാൽ മതി, ജെയിൻ്റെ വാല്യൂ എനിക്ക് 1ഉം 2 വന്നാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 0 ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ട, 1 കൊടുത്താൽ മതി. ഇവിടെയും 1 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ജെയിൻ്റെ വാല്യൂ എവിടെ വെച്ചേ വരത്തുള്ളൂ? 1 മുതലേ വരത്തുള്ളൂ. ജെയിൻ്റെ വാല്യൂ 1 മുതലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 1ഉം 2 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരും? അതിൻ്റെ വാല്യൂ 1 ആകുമ്പം ജെയിൻ്റെ വാല്യൂ എന്ത് വരും? 1ഉം 2 വരത്തുള്ളൂ അല്ലേ? സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? 1ഉം ഫസ്റ്റ് റോയിൽ 1ഉം 2ഉം. പിന്നെ അതിൻ്റെ വാല്യൂ ദെൻ നെക്സ്റ്റ് 2 വരും അല്ലേ? അതിൻ്റെ വാല്യൂ 2 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 1ഉം 2 വരത്തുള്ളൂ അല്ലേ? സോ ഔട്ട്പുട്ടും എന്ത് വരും? 1ഉം 2 വരത്തുള്ളൂ. 1ഉം 2 വരും. ഇനി അതിൻ്റെ വാല്യൂ 2 ആവോ? സോറി, അതിൻ്റെ വാല്യൂ 2 ആയി. ഇനി വരുമോ? ഇല്ല. സോ ഔട്ട്പുട്ട് എന്ത് വരും? ഫസ്റ്റ് റോയിൽ 1ഉം 2ഉം, സെക്കൻഡ് റോയിൽ 1ഉം 2 വരും. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ഐ ആണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ ഔട്ട്പുട്ട് എന്ത് വരുമായിരിക്കും? ഐ ആണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് വരുമായിരിക്കും? 1, 1, 2, 2. കാരണം എന്താണ്? അതിൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 1ഉം 2ഉം. പക്ഷെ പ്രിൻറ്റ് ചെയ്യേണ്ടത് ഐ ആണ്. ഓക്കെ,
അപ്പം ജെയിൻ്റെ വാല്യൂ 1 2 മീൻസ് 2 കോളം അവിടെ വരണം. എന്നിട്ട് എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഐയുടെ വാല്യൂ 1 അല്ലേ, സോ 1 1 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഐൻ്റെ വാല്യൂ 2 ആവും. അപ്പം ജെയിൻ്റെ വാല്യൂ 1 2 തന്നെ, പക്ഷേ എനിക്ക് ഐൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ എത്രയാണ്? 2. സോ എന്ത് വരും? 2 2. സോ നമുക്ക് ഔട്ട്പുട്ട് 1 1 2 2. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെയുള്ളൊരു ചെറിയൊരു വേരിയേഷനാണ് ഇതെല്ലാം മാറ്റുന്നത്, ഔട്ട്പുട്ട് മാറ്റുന്നത്. ഇത് പറഞ്ഞിട്ട് ഇവിടെ കോളവും റോസും ഈക്വലി ഫിൽഡ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഇടയ്ക്ക് സ്പേസോ അങ്ങനെയൊന്നുമില്ല. മീൻസ് ഫസ്റ്റ് റോയിൽ ഒരു കോളം, സെക്കൻഡ് റോയിൽ 2 കോളം, തേർഡ് റോയിൽ 3 കോളം, തേർഡ് റോയിൽ 3 കോളം, അങ്ങനെ സ്പെസിഫൈ അതാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പിരമിഡ് അല്ലെ റൈറ്റ് ട്രയാങ്കിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് റോയിൽ 1 കോളം, സെക്കൻഡ് റോയിൽ 2 കോളം, തേർഡ് റോയിൽ 3 കോളം, അങ്ങനെ കേസസ് വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ, ഇപ്പോൾ ഫസ്റ്റ് റോയിൽ സ്റ്റാർ മാത്രം വരും, നെക്സ്റ്റ് 1 സ്റ്റാർ വരും, നെക്സ്റ്റ് റോയിൽ 2 സ്റ്റാർ വരും, തേർഡ് റോയിൽ 3 സ്റ്റാർ വരും, ഫോർത്ത് റോയിൽ 4 സ്റ്റാർ വരും. ഇങ്ങനത്തെ കേസസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് റോയിൽ 1 കോളേ ഉള്ളൂ, സെക്കൻഡ് റോയിൽ 2 കോളം ഉണ്ട്, മറ്റേതാണെങ്കിൽ അവിടെ ഈക്വലി ഇതാണ് വരുന്നത് അല്ലേ. തേർഡ് റോയിൽ 3 കോളം, ഫോർത്ത് റോയിൽ 4 കോളം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ നമുക്കൊരു ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി, ഈ ഒരു പാറ്റേണിൽ പ്രിൻ്റായി വരും. എന്താണ് ആ ചേഞ്ചസ്? ഞാൻ ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ, വിത്തിൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യും അല്ലേ. പക്ഷേ എനിക്ക് ഇങ്ങനെയല്ല വരേണ്ടത്. എനിക്കിപ്പം 5 റോസും 5 കോളംസും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 1 2 ആണെങ്കിൽ എനിക്ക് 6 കൊടുക്കേണ്ടി വരും, കാരണം 1 2 3 4 5 വരെ പോകണം, 1 to 5 വരെ പോകണം. എന്നാൽ എത്ര റോ വരും? 1 2 3 4 5. ഇവിടെ ഞാൻ 6 കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5. ഓക്കെ, ഈ ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ 5 റോസും വരും, 5 കോളംസും വരും. ക്ലിയർ ആയോ? പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോയിൽ 1 കോളം മാത്രം വന്നാൽ മതി. അപ്പോൾ ഞാൻ എവിടെ എന്ത് ചേഞ്ച് വരുത്തണം? അതായത് അതിൻ്റെ വാല്യൂ 1 ആകുമ്പം എനിക്ക് j = 1 മാത്രം വന്നാൽ മതി. ഇനി അതിൻ്റെ വാല്യൂ 2 ആകുമ്പം ജെയുടെ വാല്യൂ 1ഉം 2ഉം വരണം. ഇനി അതിൻ്റെ വാല്യൂ 3 ആകുമ്പോഴത്തേക്കും ജെൻ്റെ വാല്യൂ 1ഉം 2ഉം 3ഉം വരണം. അങ്ങനെയാണ് നമുക്ക് ചെയ്തു പോവേണ്ടത്. സോ നമുക്ക് അവിടെ എന്ത് ചേഞ്ചസ് ഇവിടെ വരുത്താം, എന്നാലും നമുക്ക് ഈ ഒരു പാറ്റേൺ വരത്തുള്ളൂ. സോ ഇപ്പം ഞാൻ എന്താ പറഞ്ഞ, ഐയുടെ വാല്യൂ 1 വരുമ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഐൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 1 വരാൻ പാടുള്ളൂ. അങ്ങനെ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ പറയും. അപ്പം ഞാൻ സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻഡ് വന്ന് നിൽക്കാൻ പറയും. ഐൻ്റെ വാല്യൂ വന്നപ്പോൾ ജെയിൻ്റെ വാല്യൂ 1. ഇനി അടുത്തത് അതേപോലെ തന്നെ ഐൻ്റെ വാല്യൂ 2 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ ഏത് വരെ വരണം? 1ഉം 2ഉം വരണം. 1ഉം 2ഉം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തല്ലോ, അപ്പം നെക്സ്റ്റ് ലൈനിൽ വരും. അവിടെ ജെയിൻ്റെ വാല്യൂ 1 വരുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 2 വരുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും. എന്നിട്ട് എൻഡ് വന്ന് നിൽക്കും. എന്നിട്ട് എന്ത് വരും? ഐൻ്റെ വാല്യൂ 3 വരും. ഐൻ്റെ വാല്യൂ 3 വരുമ്പം എഗെയിൻ ജെയിൻ്റെ വാല്യൂ എന്ത് വരണം? 1ഉം വരണം, 2ഉം വരണം, 3ഉം വരണം. എന്നാൽ മാത്രമേ എന്ത് പ്രിൻ്റ് ആവത്തുള്ളൂ? ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ദെൻ ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ദെൻ ജെയിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി എന്താണ്?
ഐൻ്റെ വാല്യൂ 4 ആകും. ഐൻ്റെ വാല്യൂ 4 ആകുമ്പം ജെയിൻ്റെ വാല്യൂ 1 വരും, 2 വരും, 3 വരും, 4 വരും. അപ്പോൾ എന്ത് വരും? അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ജെയിൻ്റെ വാല്യൂ 1 വരുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 2 വരുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 4 വരുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി ഐൻ്റെ വാല്യൂ എന്ത് വരും? 5 വരും അല്ലേ? 5 വരുമ്പോഴത്തേ വീണ്ടും ജെയിൻ്റെ വാല്യൂ 1, 2, 3, 4, 5 വരെ പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് വരും? ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും, ജെയിൻ്റെ വാല്യൂ 5 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവും. ഇനി ഐൻ്റെ വാല്യൂ 6 ആവും? ഇല്ല. സോ നമ്മുടെ പാറ്റേൺ കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഐൻ്റെ വാല്യൂം ജെയിൻ്റെ വാല്യൂം തമ്മിലുള്ള റിലേഷൻ എന്താ? ഐൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 1 ആവും. ഐൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ജെ ഏതുവരെ പോവും? 2 വരെ പോകണം. ഇനി ഐൻ്റെ വാല്യൂ 3 വരുമ്പോൾ ജെയിൻ്റെ വാല്യൂ ഏതുവരെ പോകണം? 3 വരെ പോകണം. എന്നാലേ, അതായത് ഇപ്പം ഫസ്റ്റ് റോയിൽ ജെ ഈസ് ഈക്വൽ ടു 1 മീൻസ് ഒരു കോളം മതി. സെക്കൻഡ് റോയിൽ ജെ ഈസ് ഈക്വൽ ടു 1ഉം 2 മീൻസ് 2 കോളം വേണം. തേർഡ് റോയിൽ ജെ ഈസ് ഈക്വൽ ടു 1, 2, 3 മീൻസ് 3 കോളംസ് വേണം. ഫോർത്ത് റോയിൽ ജെയിൻ്റെ വാല്യൂ 1, 2, 3, 4 മീൻസ് 4 കോളംസ് വേണം. ഓക്കെ, അപ്പോൾ ജെയിൻ്റെ വാല്യൂ ഏത് വരെ പോകണം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഐ വരെ പോകണം. സോ ഞാൻ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് റൺ ചെയ്യുവാണേ. അപ്പം എന്ത് വന്നു? ഇത് തന്നെയാണോ വന്നത്? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഫസ്റ്റ് റോയിൽ ഒരു സ്റ്റാർ, സെക്കൻഡ് റോയിൽ 2 സ്റ്റാർ, തേർഡ് റോയിൽ 3 സ്റ്റാർ, ഫോർത്ത് റോയിൽ 4 സ്റ്റാർ, ദെൻ ഫിഫ്ത്ത് റോയിൽ 5 സ്റ്റാർ. സോ ഇങ്ങനെയാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ 1 ആ പാറ്റേണിൽ പ്രിൻ്റ് ചെയ്യും. മീൻസ് ഇവിടെ എത്ര റോസ് ഉണ്ട്? എണ്ണി നോക്കുക. അതിൻ്റെ വാല്യൂ ഏതുവരെ പോകും? 1, 2, 3, 4, 5. അങ്ങനെയാണെങ്കിൽ 5 റോസ് ഉണ്ട്. അതേപോലെ കോളം 1, 2, 3, 4, 5. അപ്പോൾ എത്ര കോളം പോകും? എത്ര കോളം വരെ വരും? 5 കോളം വരും അല്ലേ? 1, 2, 3, 4, 5 കോളം വരും. ഓക്കെ, സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പം നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്ത സെയിം ഔട്ട്പുട്ട് തന്നെ ഇവിടെ വന്നു. ദാറ്റ് ഈസ് 5 റോസ് ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5 റോസ്. 1, 2, 3, 4, 5. ഇനി എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4, 5. സോ 1, 2, 3, 4, 5. സോ 5 കോളംസും 5 റോസും ഉണ്ട്. പക്ഷെ വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേ ജെയിൻ്റെ വാല്യൂ 1. ജെയിൻ്റെ വാല്യൂ 1. അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 1 വരും. ഇനി അതിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 1ഉം 2ഉം വരും. കാരണം ഇവിടെ അതിൻ്റെ വാല്യൂ ഇവിടെ അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 1 മാത്രമേ വരത്തുള്ളൂ. പക്ഷെ അതിൻ്റെ വാല്യൂ 2 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ റേഞ്ച് ഐ വരെ പോകും. മീൻസ് 2 വരെ പോകും അല്ലേ? ജെയിൻ്റെ വാല്യൂ 2 വരെ പോകും. 2 എന്ന് പറയുമ്പോൾ 1ഉം 2. സോ ആക്ച്വലി ഇവിടെ ജെയിൻ്റെ വാല്യൂ ഇൻ റേഞ്ച് ഐ വരുമ്പോഴത്തേക്കും ഇപ്പോൾ 1 ആണ് വരുന്നതെങ്കിൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നേരത്തെ നമ്മൾ 1, വന്നുകൊണ്ടാണ് 1 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ 0 എന്നാണ്. ഐ വരുമ്പോഴത്തേക്ക് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ. ഇപ്പോൾ ജെയിൻ്റെ വാല്യൂ നമുക്കിവിടെ അതിൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ ഹിയർ അതിൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ ഓക്കെ. ഇവിടെ ഇത്ര ഓർത്താൽ മതി. അതിൻ്റെ വാല്യൂ 1 to 6 ആണ്. അതിൻ്റെ വാല്യൂ 1 ആകുമ്പം ജെ ഇൻ റേഞ്ച് ഓഫ് 1. റേഞ്ച് ഓഫ് 1 മീൻസ് 0 മാത്രമേ വരത്തുള്ളൂ. അപ്പം ഒരു കോളേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത അതിൻ്റെ വാല്യൂ 2 ആകുമ്പം ജെയിൻ്റെ വാല്യൂ റേഞ്ച് ഓഫ് 2 മീൻസ് 0യും
0യും 1ഉം വരും. അപ്പോൾ 2 കോളം, അതാണ് 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നത്. ജെയിൻ്റെ വാല്യൂ 0 പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്റ്റാർ വരും, ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും ഒരു സ്റ്റാർ വരും. ഇനി അതിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ജെയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് 3. സോ 0 1 2. സോ ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും, ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും, ജെയിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഇനി അതിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ ജെയിൻ്റെ വാല്യൂ 0 1 2 3. ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഒരു സ്റ്റാർ, 1 ആകുമ്പോൾ ഒരു സ്റ്റാർ. ഓക്കെ, സിമിലർലി അതിൻ്റെ വാല്യൂ 5 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 1 2 3 4 എന്ന് പറയുന്ന 5 കോളം പ്രിൻറ്റ് ചെയ്യും, 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. സോ ഇതാണ് നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 1 1 2 1 2 3 അങ്ങനെ പല രീതിയിലും പിരമിഡ്സ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ടൈപ്സ് ഓഫ് പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.